ഇന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫെയർസ് ആട്ടോ നോക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2025 തകഴി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് KP സുധീരയാണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MK സാനു. MK സാനുവിനാണ് 2024 തകഴി പുരസ്കാരം ലഭിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്ക്? പ്രൊഫസർ KP ശങ്കരൻ. KP ശങ്കരനാണ് 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് രാധാകൃഷ്ണൻ കാക്കാശ്ശേരി. അപ്പോൾ 2024 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് രാധാകൃഷ്ണൻ കാക്കാശ്ശേരിക്കാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രഭാവർമ്മയ്ക്കാണ് 2025 ONV പുരസ്കാരം ലഭിച്ചത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രതിഭ റായ്. പ്രതിഭ റായ്ക്കാണ് 2024 ONV പുരസ്കാരം ലഭിച്ചത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആലങ്കോട് ലീലാകൃഷ്ണനാണ് ലഭിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? റഫീഖ് അഹമ്മദിനാണ് 2024 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഒഡീഷയിലെ ഹിരാക്കുഡ് ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരള മന്ത്രിസഭയിൽ അഡീഷണൽ സ്കിൽ എക്വേഷൻ പ്രോഗ്രാമിൻ്റെ ചുമതലയുള്ള മന്ത്രി ആരാണ്? ഡോക്ടർ ആർ ബിന്ദു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2025 ദേശീയ സരസ് മേളയ്ക്ക് ആതിഥേയം വഹിച്ച സംസ്ഥാനം കേരളമാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്.